ആദ്യം തന്നെ ദൈവത്തിനെ ഒന്ന് കാണിച്ചിട്ട് ഞങ്ങൾ വരാമെന്ന് വെച്ചാൽ. ഹാപ്പി ഓണം ചേട്ടനെ. ഹാപ്പി ഓണം അനു. ഹാപ്പി ഓണം. അപ്പോൾ ഒരുപാട് വർഷമായി ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഈ തിരുവോണ ദിവസങ്ങളിൽ അമ്പലങ്ങളിൽ പോകണത് ചിലപ്പോൾ വൈകിട്ടായിരിക്കും. പക്ഷെ കുഞ്ഞിലെയൊക്കെ രാവിലെയൊക്കെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകും. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഫുഡ് കുറച്ചൊക്കെ ഉണ്ടാക്കി എന്തായാലും ഭഗവാനെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അമ്മു ഹാപ്പി ഓണം. ഇന്ന് ഷൂട്ടില്ല, ഒരാൾ ഇവിടെ ഇല്ല, ഒരാൾ ഇന്ന് ധനും അമ്മു നമ്മളെ കൂടെ. അപ്പോൾ ഇന്ന് മൃദുലയുടെ ഹസ്ബൻഡ് ഷൂട്ടിലാണ് ആലുവയിൽ. ഇന്ന് രാത്രി എന്തായാലും തീരുള്ളൂ എന്ന് പറഞ്ഞ കേട്ടോ. അപ്പം ഇന്ന് രാത്രിയില്ല, നാളെ രാവിലെ എത്തും. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ ഒരു ഓണത്തിൻ്റെ രീതിയൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാ വിശേഷങ്ങളും പറയും. അങ്ങനെ അച്ഛൻ ക്യാബേജ് തോരന് വേണ്ടിയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ മക്കളെ പറ? ക്യാബേജ് പച്ചക്ക് വേണമെന്നിരിക്കുകയാണ് ഒരാള്. അപ്പോൾ രാവിലെ തന്നെ സാമ്പാറായി. തേങ്ങ കുറേ അച്ഛൻ തിരുമയൊക്കെ തന്നു. തേങ്ങ തിരുമണമെന്ന് ഭയങ്കര പാട്. എനിക്ക് കൈയൊക്കെ വയ്യാത്തതുകൊണ്ട് അച്ഛൻ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇളയവള് നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ പുറകെ നിന്ന് എടുക്കണം. അവൾക്ക് ശരീരം അനങ്ങാത്തുണ്ട്. അവള് വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ പുറം പണിയാണ്. ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് അത്തപ്പൂ ഇടണം. ഇതൊക്കെ തന്നെ. അടയ്ക്ക് വെള്ളം തിളച്ച് വരുന്നുണ്ട്. ശർക്കര പാനി കാച്ചുന്നുണ്ട്. അമ്മൂന് പാൽപ്പായസവും ബോളിയും വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പാൽപ്പായസം റെഡിമെയ്ഡ് പാൽപ്പായസം വാങ്ങിച്ചു. പിന്നെ ബോളിയും മേടിച്ചു. ഇവിടെ അട വയ്ക്കുന്നുണ്ട്. ഏകദേശം കറികളൊക്കെ ആയി. ഊണ് കാലം ആവാറായി. അനു എന്താ ചെയ്യണേ? പാത്രം കഴുകുന്നു. ഓക്കേ. അടുത്തുണ്ട് പണി. പായസം വയ്ക്കാൻ. അമ്മ ഇതല്ലേ അടയല്ലേ? ഇളക്കാൻ വേണ്ടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതെന്റെ ജോലി. ഓറഞ്ച് പൂവല്ല, പൂക്കളിടാൻ പോവാന്ന് പറ. പൂക്കളം തരാം. ഓറഞ്ച് പൂ വേണോ? ഓക്കെ, ഓറഞ്ച് പൂ ഇതിനകത്ത് തന്നെ ഇടണേ. പിച്ചി ഇതിനകത്ത് തന്നെ ഇടണേ. ഓക്കെ, നമുക്കിനി ഇടാൻ തുടങ്ങിയാലോ? അതെടുക്കണ്ട നരുമാ. ഓറഞ്ച് വെക്കാം. ഓറഞ്ച് വെച്ചിട്ട് വെക്കോ. നമ്മൾ പൂ ഇട്ട് അവിടെ നിന്ന് എടുക്കാൻ പാടില്ല. അത്തപ്പൂ നമ്മൾ ഇട്ട് കണ്ടിട്ടില്ല. ഓറഞ്ച് വെക്കാന്നോ? എവിടെ? വേണ്ട, അമ്മ ഇടുന്നുണ്ടോ? ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം കേട്ടോ. ഇത് എല്ലാരും നോക്കിക്കൊണ്ടിരുന്നേ ഗൈസ്. കിടന്ന് കരയണ സ്റ്റൈല് നോക്കിയേ. എടുക്കണമെന്ന് പറഞ്ഞിട്ട് കരച്ചില്ല. അയ്യോ, ആ ക്യാമറയിൽ കിട്ടുന്നുണ്ടോ? അമ്മൂനെ വിളിച്ച. അമ്മു ഇവിടെയാടി. അമ്മു ഇവിടെയാ. നീ ഓക്കെ. കാല് തട്ടല്ലേ. കാണുന്നില്ലല്ലോ. ധനു ഇത് എന്താ? ധനു ഇത് എന്താണ്? യാമി ഓടിക്കേ. വാവ്, സൂപ്പർ. ഇതെന്താ? അടപ്പായസം റെഡിയായി. അങ്ങനെ എല്ലാം റെഡിയാക്കി കൊടുത്ത് അവൾ ഇത്ര നേരം നിന്ന് ഇളക്കി എടുത്ത് ഒരു പരുവാക്കി അടപ്പായസം. ഇനിയിപ്പോൾ കാഷ്നട്ടും മുന്തിരിപ്പഴവും കൂടെ ഒന്ന് വറുത്ത് കോരിയിടാൻ പോവാ. സൂപ്പർ.
യാമി എന്താ ഇട്ടേ മഞ്ഞക്കോടി എടുത്തോ പോയിരുന്നേ ആ ഗുഡ് ഗേൾ എവിടെ ഇരുന്നേ ഗുഡ് ഗേൾ ധനു മഞ്ഞക്കോടി എടുക്കാണ് ഓക്കെ ഗുഡ് ഗേൾസ് എവിടെ ഇരിക്കണോ അങ്ങനെയാ അനു ധനു ഇരിക്കണോ ഒക്കെ അച്ചാറ് ഒരുപാടൊന്നും കുട്ടി വിടാ വെറുതെ വെച്ചതേ ഉള്ളൂ കേട്ടാ ചോറ് കഴിക്കണം ഇഞ്ചി എന്താണ് നാരങ്ങ മാങ്ങ കൂട്ടാൻ കൊണ്ട് വെച്ചിട്ട് ധനു യാമി ആദ്യം എടുത്ത് കഴിക്കുന്നത് ചിപ്സ് ധനു അത് ചോറല്ലടാ മുത്തേ നടുക്കെടുത്ത് വെക്കാൻ സൈഡിലിരുന്നോട്ടെ ചൂടാണേ രസമല്ല പരിപ്പ് എന്നിട്ട് നെയ്യും തരും നെയ്യ് തരാം അവിടെ വെക്കാം അയ്യോ അതെന്താ സംസാരം ചൂടാണേ നെയ്യ് എടുത്തുണ്ടോ നെയ്യാ കുഴച്ച് കഴിക്കണേ ഓക്കെ കഴിച്ചോ ഗൈസ് സ്റ്റാർട്ട് ചെയ്തോളൂ അത് ഇരിക്കാൻ പറ്റില്ല അവൾക്ക് ഇരിക്കാൻ പറ്റില്ല ഓക്കെ 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 കഴിച്ചോ നീ കഴിച്ചോ പപ്പടം വെച്ച് പൊടിച്ച് കഴിക്കും സൂപ്പർ ഞാൻ അടിപൊളി ആ അതിന് സൂപ്പർ ഏ ഗുഡ് ഗേൾ കഴിച്ചോ കഴിച്ചോ അതിലല്ല ചെവളം ഇഷ്ടപ്പെട്ടാ പിള്ളേരങ്ങനെ പിള്ളേരങ്ങനെ ലാസ്റ്റ് പായസം കഴിക്കുവാണ്. അപ്പം ഓണസദ്യ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇന്ന് ഞാനും എൻ്റെ ഇളയ മോളും കൂടെ ചേർന്നുള്ള കലാവിരുന്നാണ്. പിന്നെ ഇത് മാത്രം ഞങ്ങൾ അമ്മൂന് പാൽപ്പായസവും ബോളിയും വേണമെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് ഞാൻ അടപ്പായസം വെച്ചു. എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാം എല്ലാം പിന്നെ അച്ഛന് നമ്മൾ ചെയ്ത രാവിലെ ചെയ്ത കുഴപ്പമാണ് വെറുതെ തേങ്ങ തേങ്ങ വരുമോ? അത് വലിയ കേട്ടാ. വലിയ നമ്മൾ പുറത്തായി ശരി. അപ്പൊ ഞാൻ ഊണ് കഴിക്കട്ടെ. നിങ്ങളെല്ലാം കഴിച്ചില്ലേ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഉരുളയ്ക്ക് ഉപ്പേരി കപ്പിൾസിന്റെ വകയായിട്ട് ഹാപ്പി ഓണം.